എൻ്റെ ബാക്കിലുള്ളതേ മിന്നക്കോണം എന്ന് പറയുന്നത് ചെന്നൈ ഭാഗത്തുള്ളൊരു വില്ലേജ് ആണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് പരിചയപ്പെട്ടാലോ. അപ്പം നമ്മളെത്തിയിട്ടുള്ളത് പക്ക ഗ്രാമത്താണ് കേട്ടോ. പക്ക ഗ്രാമം വെച്ചാൽ പക്ക ഗ്രാമം, ഉൾഗ്രാമം. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. റോഡൊക്കെ നല്ല നല്ല അടിപൊളി റോഡാണ് കേട്ടോ. മാലിക്കിനോടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ക്ഷേത്രം വരുന്നുണ്ട്. ഇവിടെ 2 കൊച്ചു കുട്ടികളുണ്ട്. ഇവരാണ് കേട്ടോ നമുക്ക് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു തന്നത്. ഹായ് സൊല്ലേ, അവർക്ക് മടിയാണ്. അപ്പോൾ ഈ ഒരു വീടുകൾ കണ്ടപ്പോഴാണ് നമ്മൾ നിർത്തിയത്. മൊത്തത്തിൽ ഇങ്ങനെ ഒരു വീടാണുള്ളത്. വൈക്കോല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വൈക്കോലുണ്ട്, ഓലുണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലത്തെ തിണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഓരോ വീടുകളും. മേൽക്കൂര കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളായിട്ട് എല്ലാ വീടുകളും അങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. അവിടെ ഒരു അക്ക ഉണ്ട്. അക്കൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു കേട്ടോ. അങ്ങോട്ടൊക്കെ നമുക്ക് പോവാം. ഈ ചേച്ചീൻ്റെ വീടാണ് കേട്ടത്. ഇവർക്ക് ഇവിടെ ആടിൻ്റെ ഒക്കെ പരിപാടിയാണ്. ഇരിക്കണ കട്ടിലാണ് കേട്ടത്. ഇതുപോലെ മരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ കയറുകൊണ്ട് മുടഞ്ഞുണ്ട് ഉണ്ടാക്കി കണ്ടാ. അങ്ങനെ ഒരു ഡിസൈൻ കേട്ടോ പോലെ വീട് കാര്യങ്ങളൊക്കെ. ഇതാണ് ഇവിടുത്തെ അക്ക. ഈ അക്ക നമ്മളെ അടുത്തേക്ക് വന്നിരുന്നു. അക്ക പേരെന്നാ? വസന്ത. ആ ദൂരെ പേര് മിന്നക്കോണം. മിന്നക്കോളം. ഇവരെ റൂം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. ഇവിടെ ഇങ്ങനെ അടുക്കള വരുന്നുണ്ട്. ഇത് ഉങ്ക അടുക്കള താനേ സമക്കറ ഇടം. ആ ഇതാണ് കേട്ടോ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഉണ്ടാക്കി നോക്കിയിട്ടാ. മറ്റേ മണ്ണ് വെച്ചിട്ട് അതിൻ്റെ മേലെ ചാണകവും കാര്യങ്ങളൊക്കെ ഉറപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേട്ടോ അവരെ സെറ്റപ്പ്. ഇവിടെ ഇങ്ങനെ ഒരു വീട് വരുന്നുണ്ട്. ചിത്രപ്പണികൾ എടുത്തിട്ടുണ്ട്. ഇത് റൂമാ. ആ ഇത് വേറെ റൂമാണ് കേട്ടോ. റൂമിൽ ഇതേപോലെ ഒരു പടി വരുന്നുണ്ട് കിടക്കാനുള്ള. സിമ്പിളായിട്ട് ജീവിക്കണ മനുഷ്യന്മാർ കേട്ടോ. ഇങ്ങനെ ഒരു കിണർ വരുന്നുണ്ട് കേട്ടോ. കിണറ്റിൽ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പച്ച കളർ വെള്ളമാണ് കേട്ടോ. പിന്നെ ഇഷ്ടികയിലാണ് മൊത്തം ചുറ്റുപുറം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയക്ക് വന്നപ്പോൾ മൊത്തം ഒഴിഞ്ഞ് കിടക്കുന്ന പറമ്പുകളാണ് കേട്ടോ. പണ്ട് കൃഷിയിടങ്ങളായിട്ടുണ്ടാവും, ഇപ്പൊന്നും കാണാനൊന്നുമില്ല. അടിപൊളി കേട്ടോ. അടിപൊളി കൂളിംഗ് ആണെന്നുള്ളതാണ്. ഇതിൻ്റെ മേലൊക്കെ നോക്കാനേ സിമ്പിളായിട്ട് ജീവിക്കണം മനുഷ്യന്മാർ കേട്ടോ. ഇരിക്കണ മാരത്തെ കട്ടിലാണ് കേട്ടോ ഈ കാണുന്നത്. ഇതവിടെ ഊരി വെച്ചേക്കാണ്. ആ റെഡി പണല്ലേ. പിന്നെ എല്ലാ വീട്ടിലും ഇതുപോലെ നായ്ക്കളൊക്കെ ഉണ്ടാവും കേട്ടോ വളർത്തണേ. അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയത്തെ കിണർ കണ്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു വീടിൻ്റെ ഇവിടേക്ക് പോവാണ് കേട്ടോ. ആടുകൾ താമസിക്കണതും മനുഷ്യന്മാർ താമസിക്കണതും ഒരേ മാരത്തെ ഏരിയ ആണെന്നുള്ള കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ആടുകളുണ്ട്. വീടിൻ്റെ മേൽക്കൂര മുടഞ്ഞിരിക്കണതേ മറ്റേ നൊങ്കിൻ്റെ മരല്ലേ, അതിൻ്റെ ഓലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു വീട് വരുന്നുണ്ട്. പക്ഷെ പൊളിഞ്ഞടിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ബാക്ക് ഭാഗം കണ്ടത്. വീടിൻ്റെ ഫ്രണ്ടേജ് ഇങ്ങനെയാണ് കേട്ടോ. സിമ്പിളായിട്ടാണ് ഇവർ ജീവിക്കണമെന്നുള്ളതാണ്. ഇത് ആ മാള വീട്ടാണ് കേട്ടോ കാണിച്ചത്. എൻ്റെ പേരെന്നാ? സഞ്ജന. എൻ്റെ പേര് ആ നല്ല പേര്. ബോനസിന് എവിടെ പോലെ കമ്പനിയാണ് കേട്ടോ. ഈ വില്ലേജിൽ നല്ലൊരു മാവ് കാണുന്നുണ്ട് കേട്ടോ. വലുതായി വരുന്നേ ഉള്ളൂ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു വീട് ഓലയിലാണ് കേട്ടോ. ഇത് പിന്നെ തേച്ചിട്ടൊക്കെ ഉണ്ട്. ഓല വൈക്കോല് എല്ലാം ഉപയോഗിച്ചിട്ടാട്ടോ ഡിസൈനിങ്. അതൊരു പുതിയ വൈക്കോലുകൾ വെച്ചിട്ടുള്ള വേറൊരു വീട്. അപ്പോൾ ഈ ഒരു വില്ലേജിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. അതേപോലെ ഈ ഒരു ആടിൻ്റെ പള്ള മേഞ്ഞിട്ടുള്ളത് നൊങ്കിൻ്റെ ഓല കൊണ്ടാണ് കേട്ടോ. വീടിൻ്റെ ബാക്ക് ഭാഗങ്ങളൊക്കെ അതുപോലെ ഒഴിഞ്ഞ് നല്ല തരിശ് ഭൂമി. ഇവിടെ ഇങ്ങനെ ഒരു ആടുപള്ള വരുന്നുണ്ട്. ഒരു വീട്ടിൽ കയറുന്നൊരു ഏരിയ നോക്കുകയാണെങ്കിൽ ഇതിക്കൊക്കെ എങ്ങനെ കയറാന്നുള്ളതായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അങ്ങനെയും കുമ്പിട്ടിട്ട് വേണം കയറാൻ. ഓരോ ജീവിതങ്ങൾ. ഈ ഒരു വില്ലേജിലേക്ക് വന്നപ്പോഴേ ഇവിടെ കുട്ടികൾ ഒരു കളി കളിക്കുന്നുണ്ട്. നമ്മളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ജസ്റ്റ് കണ്ടോക്കിയാലോ. ഈ കുട്ടികളാണ് കേട്ടോ കളിക്കുന്നത്. കണ്ടാണ് ഇതൊക്കെ ഓർമ്മ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. കളിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ. ഇവിടെ ഒന്നും മൊബൈലിൽ അങ്ങനെ കുട്ടികൾ ഇരിക്കണില്ല. ഫുള്ള് ഇതേപോലത്തെ കാര്യങ്ങൾ. നമ്മൾ പണ്ടത്തെ ആ ഒരു എൻ്റർടൈൻമെൻറ്റില്ലേ ആ ഒരു മൂമെൻറ്റിലാട്ടോ അവരുള്ളത്.